ഇബ്നു ഖല്ലിക്ക എന്ന് പറഞ്ഞൊരു രചയിതാവ് മൂപ്പര വഫയാത്തുൽ ആയ എന്ന് പറഞ്ഞ കിതാബ് പറയുന്നുണ്ട്. ആ കാലത്തെ രാജാക്കന്മാർ പൊതുജനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് മൗലൂദ്, പിന്നെ ദുആ, പിന്നെ അതുപോലെ തന്നെ തുർക്കി ഭാഷകളൊക്കെ സമാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഓര് പാടിയിരുന്ന സാധനങ്ങളെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇബ്നു തൈമിയ പോലത്തെ ആൾക്കാരൊക്കെ ഇതിനെ ചെറുതായി എതിർക്കാൻ കാരണം വെച്ചാൽ അത് അത്രക്ക് ആധിക്യം പാടില്ല എന്ന് പറയുമ്പോൾ ഓരോ അഭിപ്രായം. നബിത്തങ്ങളെ ആരാധിക്കണ രൂപത്തിലേക്ക് എത്തും എന്നുള്ള പേടിച്ചിട്ടാണ്. നബിത്തങ്ങൾ അന്നല്ലോ വഫാത്താവണത്. അപ്പൊ മറ്റേ സൂഫിത്തൻ ബംഗാൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അതിന്റെ മുസന്നിഫ് അതിന്റെ രചയിതാവ് പറയുന്നത് ഈ മിസ്റ്റിക്കൽ ആയിട്ടുള്ള കവിതകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുമ്പ് വളരെയധികം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അതിന് കാര്യം പറയാം, ഇതൊക്കെ ഷിർക്കിലേക്ക് എത്തുന്നതാണ്. അവർ അവസാനം അതിന്റെ ഷിർക്കിലേക്ക് ആരാധിക്കണ രൂപത്തിലേക്ക് ഈസാ നബി അങ്ങനെ എത്തിയ രൂപത്തിലേക്ക് എത്തും. എന്നിരുന്നാലും പൊതുവെ ജുംഹൂറായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെ അനുവദിക്കുകയാണ്. കാരണം ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, പിന്നെ സഹായി ഇമാം, പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചത്, പൊതുവെ പറഞ്ഞിട്ടുള്ളത്.